പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ 100% ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരു മാസമായി നടന്നുവന്ന കൊടുമുണ്ട പ്രീമിയർ ലീഗ് ഫുട്ബോൾ മേള സമാപിച്ചു. ടീം അൽ ഷബാബിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ടീം കിസാമിക്കോസ് ലീഗ് ചാമ്പ്യന്മാരായി. ആൻഫീൽഡ് FC-യാണ് സെക്കൻഡ് റണ്ണറപ്പ്. സമാപന ചടങ്ങിൽ റാഷിദ് M അധ്യക്ഷനായി. പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി SI ഹരിദേവ് S സമ്മാനദാനം നിർവഹിച്ചു. ഇന്നിവിടെ നടന്ന ഫുട്ബോൾ മത്സരം ഞാൻ കണ്ടു. നല്ല ആവേശത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. എപ്പോഴും നിങ്ങളുടെ എനർജി ഇതുപോലെ തന്നെ 100% എഫേർട്ട് നമ്മൾ എന്ത് കാര്യത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഉണ്ടാവണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഫുട്ബോൾ കളി ഇവിടെ തുടങ്ങുന്നു കണ്ടു. ഇപ്പം ലഹരി കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആരോഗ്യവും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളും കായികപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണം. അപ്പം എന്ത് നമ്മുടെ പട്ടാമ്പി സ്റ്റേഷന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഇനിയും കൂടുതൽ നിങ്ങളുടെ ഈ പ്രവർത്തന മികവ് നിങ്ങൾ കാട്ടിയിട്ട് നിങ്ങളുടെ എന്താണ് ഉയർച്ചയിലെത്തരുതെന്ന് ഞാൻ 10ാം സീസൺ സന്ദേശമായി താരങ്ങളും കാണികളും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷൻ ഷോട്ടോ ജുക്കു ഇന്ത്യ മാസ്റ്റർ അബൂബക്കർ MP-യുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രദർശനം വേദിയിൽ അരങ്ങേറി. സംസ്ഥാന വോക്കോ കിക്ക് ബോക്സിംഗിൽ 2ാം സ്ഥാനം നേടിയ അൻഷിപ്പ് AP, ദേശീയ തലത്തിൽ അബാക്കസ് പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ഫാത്തിമ ഷിഫ M, ഫാത്തിമ സൻഹ എന്നിവരെയും കൊടുമുണ്ടയിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളെയും വേദിയിൽ ആദരിച്ചു.